ഹലോ, അപ്പോൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർക്കണം. ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു മുട്ട എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. ആ സമയം ഞാൻ രണ്ടാമത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 മുട്ട വേണമെങ്കിൽ ഒന്നിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ചിലപ്പോൾ വല്ലാണ്ടങ്ങ് ലൂസായി പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്തായി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ സ്പഞ്ചിനൊക്കെ അടിക്കുന്ന പോലെ പതപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൂസായി കിട്ടിയാൽ മതിയേ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചൊന്നും കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ശക്തിയായിട്ടിട്ട് അടിക്കരുത്. പയ്യെ ഒന്ന് ലൂസാക്കി ആ മാവും ഈ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അരിച്ച് വേണമെങ്കിലും ഇടാം, അല്ലാണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും എനിക്ക് കേക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാലോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതും. ആദ്യം കുറച്ച് ഒഴിച്ച് നല്ലപോലെ ലൂസാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി ഇട്ട് അടിച്ചത് ആക്കരുത്, ജസ്റ്റ് ഇതൊന്ന് മിക്സായി വന്നാൽ മതി. നമ്മുടെ പാലും നമ്മുടെ മൈദയും എല്ലാം കൂടി ഒന്ന് ആ മുട്ടയും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് നല്ലപോലെ ഒരു ലൂസായിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അരിയുന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ആ ബ്ലൂബെറി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് അതിനകത്തേക്കൊന്ന് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രെയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ നമ്മുടെ ഒരു സാധാ ദോശക്കല്ലില്ല, അതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഈ വീഡിയോയിൽ കിട്ടാഞ്ഞ കേട്ടോ. ഞാനത് നേരത്തെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കാണുന്ന സോസ് പാനിലേക്ക് കുറച്ച് നെയ്യാണ് തൂത്ത് കൊടുത്തേക്കുന്നത്. ഈ തൂത്ത് കൊടുത്തിട്ട് കുറച്ച് മൈദാമാവ് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ, എന്നിട്ട് ഞാൻ ആ മിക്സ്, നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കൊട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു പാകത്തിലേക്ക് വെച്ചിട്ട് ഞാനിനി ഇതൊന്ന് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടൊരു അരമണിക്കൂർ ഓളം ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 30-35 മിനിറ്റോളം വേണ്ടി വന്നു കേട്ടോ കേക്ക് ഒന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഓവനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശക്കല്ലൊന്ന് നേരത്തെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെയിറ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു, ഞാനപ്പോൾ ഈ കുക്കറാട്ടോ വെച്ച് കൊടുത്തത്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയൊക്കെ നോക്കി അതിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഈ ഒരു പാകത്തിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഈ ബ്ലൂബെറിയുടെ ഒരു പുളി കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് ഇട്ട ബ്ലൂബെറി എല്ലാം കൂടെ നടുക്കുക വന്നത്. അപ്പം അത് ഫുള്ളായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പീസോടെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂബെറി കേക്ക് ഏകദേശം ഇതുപോലെ വന്നു. ബ്ലൂബെറി ഇട്ടില്ലെന്നുണ്ടെങ്കിലും നമുക്ക് കേക്ക് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? അപ്പോൾ ഇച്ചാൻ്റെ അപ്രൂവലൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ബ്ലൂബെറി ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ കേക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.